അതുകൊണ്ട് ഇങ്ങനെയൊരു കോളേജിൽ ഇങ്ങനെ കം ആൻഡ് സ്റ്റാൻഡ് ആൻഡ് ക്വൈറ്റ് ഇമോഷണൽ. മിസ്റ്റിക് മറിയൂർ എന്ന ഡോക്യുമെൻ്ററി, ഞാനൊരു മിലിറ്ററി ജേർണലിസ്റ്റാണ്, ബാംഗ്ലൂരാണ്. ഇന്ത്യയുടെ മിസൈലും യുദ്ധവിമാനങ്ങളും അന്തർവാഹിനി കപ്പലുകളും സബ്മറൈനുകളും അങ്ങനെ അതായത് നാശത്തിലേക്ക് നയിക്കുന്ന എല്ലാ സാധനങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നൊരു ജേർണലിസ്റ്റാണ്. പക്ഷേ സാധാരണക്കാരുടെ കഥ പറയണമെന്ന് എന്നെ പഠിപ്പിച്ചത് എൻ്റെ ഗുരുനാഥനായ അബ്ദുൽ കലാമാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനൊരു 10-15 വർഷം ഉണ്ടായിരുന്നു പുറകിൽ, ബിഹൈൻഡ് ദി സീൻ. അങ്ങനെ അദ്ദേഹം പറഞ്ഞ ആ കഥ, ഡോണ്ട് ഫോർഗെറ്റ് ദ ഓർഡിനറി പീപ്പിൾ. അങ്ങനെ എന്നെ മറയൂരിൽ വന്നു. മറയൂരിൽ വന്നപ്പോൾ നല്ല കുറേ വനംവകുപ്പിൻ്റെ കുറേ ഉദ്യോഗസ്ഥരെ പരിചയപ്പെടാൻ കഴിഞ്ഞു. ഒരു സ്ക്രിപ്റ്റും ഇല്ലാതെ 4 പേര് ചേർന്ന് 4 രാത്രിയും പകലും ഷൂട്ട് ചെയ്തതാണ് ഈ 40 മിനിറ്റ് ഡോക്യുമെൻ്ററി. എൻ്റെ മലയാളത്തിലേക്കുള്ള ആദ്യത്തെ കാൽവെപ്പാണ്. ഞാനൊരു ഇംഗ്ലീഷ് ജേർണലിസ്റ്റാണ്. ആംഗലേയ ഭാഷയിൽ ഒരു അതിപ്രസരം എപ്പോഴും ഉണ്ട്. അങ്ങനെ മറയൂരിൻ്റെ നല്ലവരായ മനുഷ്യരെക്കുറിച്ചും അവിടുത്തെ വനംവകുപ്പിലെ അൺസങ് ഹീറോസ്, നമ്മൾ സ്റ്റേജിൽ AC ഇരുന്ന് പലതും നമുക്ക് പറയാം. പക്ഷേ ബിഹൈൻഡ് ദി സീൻ രാത്രിയും പകലും അവിടെ കഷ്ടപ്പെടുന്ന വനംവകുപ്പിലെ ഓരോ ഉദ്യോഗസ്ഥരുടെയും റേഞ്ച് ഓഫീസേഴ്സിൻ്റെയും അൺസങ് ഹീറോസിൻ്റെ സ്റ്റോറിയാണ്. മുതുവാന്മാരുടെയും ഹിൽപ്പുലെയും വർഗത്തിൽപ്പെടുന്ന ആൾക്കാരുടെ സ്റ്റോറിയാണ്. വനം വകുപ്പിൻ്റെ സോഷ്യൽ ചേഞ്ചസിനെ കുറിച്ചുള്ള സ്റ്റോറിയാണ്. ഐ വാണ്ടഡ് ടു താങ്ക് എവറിബഡി, എസ്പെഷ്യലി DFO വിനോദ് കുമാർ സർ ആൻഡ് സുഹൈബ് സാർ, സ്പെസിഫിക്കലി PCF പുകഴേന്തി സാർ. അതുപോലെ അവിടെ ഒരു അമ്മയുണ്ട്, ലക്ഷ്മി അമ്മ. ഇന്ന് രാത്രി ലക്ഷ്മി അമ്മയും ആൾക്കാരും നമ്മുടെ ഡോക്യുമെൻ്ററി റിലീസ് ചെയ്ത് കഴിയുമ്പോൾ, അപ്ലോഡ് ആകുമ്പോൾ അവരും അവിടെ ഇരുന്ന് കാണും. ലക്ഷ്മി അമ്മയുടെ സമർപ്പണം നൽകിക്കൊണ്ട് ഞാൻ മിനിസ്റ്ററെ പോയി കണ്ടിരുന്നു ട്രിവാൻഡ്രത്ത്. 30 മിനിറ്റാണ് അദ്ദേഹം എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്ത് ഈ കഥ കേൾക്കാൻ. സോ ഹീ സെഡ് വി വിൽ റിലീസ് ഇറ്റ് അറ്റ് an appropriate time. Thank you so much. God bless all of you. Jai Hind. Thank you, sir.